നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ 146.39 അവരുടെ പ്രായപരിധി എങ്ങനെയാണ് നോക്കുക. 2023 ഒന്നാമത്തെ ലോക ജനസംഖ്യയായിട്ട് ഇന്ത്യ മാറിയ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, സന്തോഷം, കാരണം നമുക്കൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. എന്താണ് അദ്ദേഹം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ്? നല്ല ഏജ്, അതായത് ചൈനയുടെ ഒക്കെ ശരാശരി ഏജ് 39 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ ശരാശരി ഏജ് 28 വയസ്സായിരുന്നു അന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, അതുകൊണ്ട് സന്തോഷം. പക്ഷെ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതുപോലെ തൊഴിലവസരങ്ങൾ വേണം. അത് ഇന്ത്യയിൽ ഇല്ല കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2024 പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ 82.07% ആണെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊയ്തെടുക്കത്തക്ക രീതിയിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് നല്ല വിദ്യാഭ്യാസം, നല്ല സ്കിൽ ഡെവലപ്മെന്റ്, നല്ല ട്രെയിനിങ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ധാരാളമായിട്ട് ഇന്ത്യയിൽ സൃഷ്ടിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊണ്ട് തന്നെ നമുക്ക് അതായത് GDP-യിലും വലിയ മേൽക്കൈ നേടാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മുടെ പോപ്പുലേഷന്റെ 0 to 14 വയസ്സ്, അതായത് 0 മുതൽ 14 വയസ്സ് വരെ ഉള്ളവരെ 24%, 24.96%. നമ്മുടെ ഈ 146 കോടി 39 ലക്ഷം പോപ്പുലേഷന്റെ 14 വയസ്സിൽ താഴെ ഉള്ളവരെ 24.96%. ഇനി 10 മുതൽ 19 വയസ്സേ ഉള്ള, അതായത് 19 വയസ്സിൽ താഴെയുള്ളവർ 17%. 10 മുതൽ 24, അതായത് 24 വയസ്സിൽ താഴെയുള്ളവർ 25%. 64 വയസ്സിൽ താഴെയുള്ളവർ 68%. 65 വയസ്സ് കഴിഞ്ഞവർ 7%. ഇങ്ങനെയാണ്. അപ്പോ എന്ന് വെച്ചാല് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷന്റെ, അതായത് ആരോഗ്യമുള്ള, അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമുക്ക് പറയത്തക്ക ജോലി ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ളവര് 14-നും 65-നും 15 വയസ്സിനും 64 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ജോലി ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ നമുക്ക് എത്രയുണ്ട്? 68% ആ പോപ്പുലേഷൻ, 68%. അപ്പോ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇപ്പോഴും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുണ്ട്. 64 വയസ്സ് കഴിഞ്ഞ് 65-ന് മുകളിലേക്കുള്ളവര്, 64 വയസ്സിന് മുകളിലുള്ളവര് 7% ഓൾ ഇന്ത്യ തലത്തിൽ കേട്ടോ. പക്ഷെ കേരളത്തിന്റെ എടുക്കുകയാണെങ്കിൽ അത് 18%ആണെന്ന് ഓർക്കണം. കേരളത്തിന്റെ മാത്രം എടുത്താൽ 65+ എടുത്താൽ 18%. ഓൾ ഇന്ത്യ തലത്തിലുള്ള 64 കഴിഞ്ഞവരുടെ 7%ആണെങ്കിൽ കേരളത്തിൽ അത് 18%. എന്ന് വെച്ചാൽ കേരളത്തിൽ പ്രായം കൂടിയവർ ഒരുപാട് കൂടുതലുണ്ട് എന്നർത്ഥം. അപ്പോ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കേരളത്തിന് കുറവാണ്, പക്ഷെ കേരളത്തിന് സിൽവർ ഡിവിഡൻഡ് എൻജോയ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ സിൽവർ ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞത്? 65 വയസ്സ്, 64 വയസ്സ്, അയ്യോ 65 വയസ്സ് കഴിഞ്ഞ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ഇരിപ്പിരുന്ന് എന്തെങ്കിലും പത്രം വായിച്ച് സ്വപ്നം കണ്ടു ഇരുന്ന് നേരത്തെ കാലഹരണപ്പെടുകയല്ല. 64 വയസ്സോ ഇതൊരു പ്രായമൊന്നുമല്ല. അതിനെ എനിക്ക് ഫൈറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഭക്ഷണക്രമത്തില്, നമ്മുടെ ജീവിത രീതികളില് ഒക്കെ മാറ്റം കൊണ്ടുവന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് സമൂഹത്തിൽ നമ്മൾ ഇൻവോൾവ് ആകുക. അങ്ങനെ ഇൻവോൾവ് ആകുമ്പോഴാണ് സിൽവർ ഡിവിഡൻഡ് എല്ലാം, അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ഏജിങ് സ്റ്റഡി സെന്റർ, മറ്റ് ഫ്രാൻസില് അവിടെ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസും ഒത്തുചേർന്ന് ഈ പ്രായമായവരെ 60+ ആയിട്ടുള്ള പോപ്പുലേഷനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെയാണ് ഈ സിൽവർ ഡിവിഡൻഡ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലാതെ എന്റെ ക്രിയേഷൻ അല്ല. അപ്പൊ ഈ സിൽവർ ഡിവിഡൻഡ് എങ്ങനെയാണ് വേണ്ടത്? ചുമ്മാ അടയിരിക്കുന്നത് പോലെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക, ക്ലബുകളിൽ പോവുക, വീട്ടിലെ തന്നെ പറമ്പ് എന്നൊന്നുണ്ടെങ്കിൽ അവിടെ വെജിറ്റബിൾ കൾട്ടിവേഷനോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ബി, എന്ത് പറ്റുമോ അതൊക്കെ ചെയ്യുക, ഗാർഡനിങ് ആവുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ. പിന്നെ വായിക്കുക, എഴുതുക, പാടുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇൻവോൾവ് ആകുക, ലൈഫിൽ ഇൻവോൾവ് ആകുക. അങ്ങനെ ലൈഫിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് 70 വയസ്സുകാരൻ 65-ലേക്ക് താഴെ വരും, 80 വയസ്സുകാരൻ 75-ലേക്ക് താഴെ വരും. അതിനെയാണ് സിൽവർ ഡിവിഡൻഡ് എന്ന് പറയുക.
അപ്പൊ ആ സിൽവർ ഡിവിഡൻഡ്, പക്ഷെ ഇന്ത്യയില് സിൽവർ ഡിവിഡൻഡ് 7% നേടേണ്ടതായിട്ടുള്ളൂ ഇപ്പോൾ. അതേ സമയത്ത് കേരളത്തിലാണെങ്കിൽ അത് അതിന്റെ ഇരട്ടിയിലൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് കേരളം വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ സിൽവർ ഡിവിഡൻഡ് കൈകാര്യം ചെയ്യാൻ. അതായത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിനു വേണ്ടിയുള്ള പ്രേരക ശക്തിയാകണം. ഇപ്പൊ നമുക്കറിയാം, ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് പോലും സിൽവർ ഡിവിഡൻഡിനുള്ള പ്രേരക ശക്തിയാകാം. ഇതൊക്കെ കാണുന്നവര് അത് അവർക്കത് മനസ്സിൽ കൊള്ളണം. അങ്ങനെ മനസ്സിൽ കൊള്ളണം എന്നുണ്ടെങ്കിൽ ആ തരത്തില് അത്ര നല്ല പ്രോഗ്രാംസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിൽവർ ഡിവിഡൻഡിലേക്കുള്ള ഒരു യാത്ര വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുക, ഈ 15 മുതൽ 64 വരെയുള്ള പ്രായക്കാരാണ് 68%. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെയുള്ള ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. പക്ഷെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക? അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹെൽത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് 2017 നാഷണൽ ഹെൽത്ത് പോളിസി, ദേശീയ ആരോഗ്യ നയം അനുസരിച്ച് GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. പക്ഷേ നമ്മുടെ ഹെൽത്തിലെ ഈ പ്രാവശ്യം 2025-26 ബഡ്ജറ്റില് 0.27 മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അപര്യാപ്തമാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പം അതുപോലെ തന്നെ ഈ 7% 65 വയസ്സിൽ മുകളിലേക്കുള്ളവർ ഓൾ ഇന്ത്യ തലത്തിൽ ഉണ്ടെങ്കിൽ ജെറിയാട്രിക് കെയർ പോലെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി ആ സിൽവർ ഡിവിഡൻഡ് റീപ്പ് ചെയ്യാൻ, കൊയ്തെടുക്കാനുള്ള ശ്രമവും കേന്ദ്ര ഗവൺമെന്റ് നടത്തണം. അപ്പം ഈ നാഷണൽ ഹെൽത്ത് പോളിസി വന്നാൽ പോരാ, അതിൽ പറഞ്ഞിരിക്കുന്ന 2%, GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് റീപ്പ് ചെയ്യാൻ പറ്റും. പോരാ, അതിന്റെ കൂടെ എന്തോടെ വേണം? എഡ്യൂക്കേഷനില് നമ്മുടെ GDPയുടെ ഒരു 6% 6% എന്നുള്ളത് എന്റെ അഭിപ്രായമല്ല. കോത്താരി കമ്മീഷൻ 1986 തന്നെ പറഞ്ഞിട്ടുണ്ട് GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കണമെന്ന്. അങ്ങനെ 6% ചെലവഴിക്കുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ട്, ഹൈലി ട്രെയിൻഡ് ആയിട്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ഒരു യൂത്ത്, ഒരു തലമുറ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും വളരെ ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ 65 തൊട്ട് മുകളിലേക്ക് എത്തുമ്പോഴേക്കും സിൽവർ ഡിവിഡൻഡും വളരെ നന്നായിട്ട് നമുക്ക് റീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ പോളിസിയെ പറ്റി ഇപ്പോൾ അഭിമാനിക്കാം. കാരണം നമുക്ക് സിൽവർ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. ഇപ്പോൾ അത്രയധികം ഇല്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ, നമ്മുടെ ഹെൽത്തിന്റെ പോരായ്മ, ഇതൊക്കെയാണ് അതിന്റെ പുറകിലുള്ളത്. അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയെ വളർച്ചയുടെ, അതായത് 2047 ആകുമ്പോഴത്തേക്കും നമ്മള് ഒരു വികസിത് ഭാരത് എന്ന ആ ലക്ഷ്യം പൂർത്തിയായിട്ട് കൃത്യമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റണമെങ്കിൽ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അതിനെ ഓപ്റ്റിമത്തിലാക്കാൻ പറ്റണം. അതിനെ ഓപ്റ്റിമത്തിലാക്കണമെങ്കിൽ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും നല്ലവണ്ണം ഇൻവെസ്റ്റ്മെന്റ് വരണം. അതുപോലെ വ്യാവസായിക മേഖലയിൽ ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ കൊടുക്കുന്ന ഊന്നൽ വ്യാവസായിക മേഖലയ്ക്കും MSMEs, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഇന്ത്യക്ക് ചേരുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. ബിക്കോസ് 146.39 കോടി ജനം, ആ ജനത്തിന്റെ 64% ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. അപ്പൊ ആ ജനതയെ ജോലിയിലേക്ക് ആകർഷിക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് വേണ്ടി ജോലി സൃഷ്ടിക്കപ്പെടണം. അതുകൊണ്ടാണ് MSME സെക്ടറിന് ഊന്നൽ കൊടുക്കുക, അവിടേക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയാൽ 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും വികസിത് ഭാരത് ആയി മാറും. നമ്മുടെ GDP അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ GDP ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിട്ട് വളരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഈ പോപ്പുലേഷനെ കൈകാര്യം ചെയ്യും, എങ്ങനെ ഈ പോപ്പുലേഷന് വേണ്ടി ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാവസായിക, കാർഷിക മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും.